guys, welcome back to B-Talks. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്രഷ് ചാലഞ്ച് ഫുൾ ഓഫ് ഗേൾസ്. അതെ, അയ്യോ നമ്മുടെ കൂട്ടത്തിലെ ഓരോരുത്തരുടെ ക്രഷ് ആരാണെന്നുള്ളത് ബാക്കിയുള്ളവർ ചൂസ് ചെയ്യണം. അതായിരിക്കും ഇന്നത്തെ ചാലഞ്ചിൽ. ഞാനാണ് ആദ്യം മത്സരിക്കുന്നതെങ്കിൽ അവിടെ ഒരു 3 ഗേൾസിന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോട്ടോസ് കാണിക്കും. ഓക്കെ, സോ അതില് ആർക്കായിരിക്കും എനിക്ക് ക്രഷ് തോന്നാൻ ചാൻസ് എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും പറയണം. അപ്പൊ എന്തായാലും 3 പേരും മത്സരിക്കും. അങ്ങനെ മാറി മത്സരിക്കും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ തന്നെ മത്സരിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റത്തെ റൗണ്ടില് 3 ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. ഇതില് പിന്നെ ഞാൻ മറ്റേ ഹിന്ദി നടി ഉണ്ടല്ലോ, ഹിന്ദി. ഓക്കെ, അപ്പൊ ഞാൻ പേര് എഴുതട്ടെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറയാണ് എന്റെ ഇത് വെച്ചിട്ട് റീമല്ല, രശ്മിക. സോറി, ഞാനും രശ്മിക. എന്താ ഭാവന. എനിക്ക് രശ്മിനൊന്നും ഇഷ്ടമല്ല. വെറുതെ ക്യൂട്ട്നെസ് ഇട്ട് വാരി എറിയുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് ആ 3 ഇഷ്ടം ഭാവനയാ. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ടേസ്റ്റ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും അടുത്തതിലേക്ക് പോവാം. അപ്പൊ എന്തായാലും നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ടിലെ കൊമ്പനാണ് ചൂസ് ചെയ്തത്. കൊമ്പന്റെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ കണ്ടിട്ട് ക്രഷ് അടിച്ചാരാണെന്നോ അത് ആ 3 പേരിൽ ആരെ എനിക്ക് ക്രഷ് അത് എഴുതിയാ മതി. ഇപ്പത്തെ മുന്നത്തെ ഇന്നത്തെ നാളത്തെ ഒന്നും നോക്കണ്ട. എടാ ഇത് കൺഫ്യൂഷൻ ആട്ടോ. ഇതിൽ 2 ചോയ്സ് ഉണ്ട്. എഡ്വിൻ വിസിബി ആൻസർ പറ. തൃശ്യ. ഞാൻ സായി പല്ലവി. സായി പല്ലവി ഇത് ക്യൂട്ടാ നോക്കാം ഫോട്ടോ. ബ്ലഷ് ചെയ്തിരിക്കുന്നല്ലേ സായി പല്ലവി അല്ലേ? ഭയങ്കര ക്യൂട്ടാ. സംസാരം എല്ലാം നൈസാ, പാവാ. തൃശ്യം ഭയങ്കര ക്യൂട്ടാ. തൃശ്യ ക്യൂട്ട്നെസിനേക്കാളും കൂടുതൽ എന്താ പറയാ, സ്മാർട്ടാണ്. കുറച്ച് മെച്ചൂർഡ് ആണ്. പിന്നെ മോഡലിംഗ് ബ്യൂട്ടി ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. എന്റെ ക്രഷിനെ കണ്ടുപിടിക്കും നിങ്ങള്. ഈസി. ഇവന്റെ ക്രഷിനെ പഠിക്കാൻ സിമ്പിളാ. ഇത് ടഫാണല്ലോ. എനിക്ക് 3 എഴുതാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. എനിക്ക് ഇപ്പൊ ഒരു ക്രഷ് എഴുതാം. ശ്രീജിത്ത്. ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. ഇത് ക്രൂ. അവന്റെ ക്രഷ് ഏതാവാന്നുള്ളത് എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പഴേ അങ്ങേർക്ക് അത് കിട്ടും. ഞാൻ ഉദ്ദേശം നീ എഴുതാൻ നോക്കിക്കോ. കൺഫേമാ. ഓക്കെ അല്ലേ? ഞാൻ ചൂസ് ചെയ്തത് തമന്ന. ഞാൻ ചൂസ് ചെയ്തത് ഹണി റോസ്. ജാൻവി കപൂർ. ഇപ്പൊ സത്യം പറയല്ലേ, ഇപ്പൊ ക്രഷ് അടിച്ച ഞാൻ കണ്ടിട്ട് വരില്ല. നീ എന്താ ഹണി റോസ്? നിന്റെ അല്ലേ? അടുത്ത് ഞാനാണ് എഴുതേണ്ടത്. ആദ്യം ഫോട്ടോസ് ആണ്. ഗായ്സ്, ഇത് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും കേട്ടോ. കൊള്ളാം. ഞാൻ പറയട്ടാ. ഞാൻ ചൂസ് ചെയ്യാൻ വാൽമീക. രാജ്ദീപിന്റെ ടേസ്റ്റ് പോലെ എനിക്കറിയാം. രാജ്ദീപ് അങ്ങനത്തെ പോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പണ്ട്. മറ്റേ ഉടുപ്പൊക്കെ ഊരിട്ടിട്ട് വാൽമീക അഭിനയിച്ച സിനിമയുടെ പേര് പറയാൻ പറ്റും ആർക്കെങ്കിലും? അത് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ പിന്നെ ഇവിടെ ചാനൽ ഷൂട്ട് ചെയ്യണം. സിനിമയിൽ അത്ര ലുക്ക് ഇല്ലല്ലോ. അതിന് ക്യാരക്ടർ അനുസരിച്ചല്ലേ ലുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഏതാ അടിച്ചിട്ടൊക്കെ അതിന് അത് ക്യാരക്ടർ അങ്ങനല്ലേ? എന്നാ ബോഡി ഷേമിംഗ് ആണ്. കട്ടയിലട്ടോ. ഞാൻ ഇടിക്കാരണം. നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാം. നന്നായി പോയി. അപ്പൊ അടുത്ത നമ്മുടെ ക്രഷ് നോക്കാം. കൊമ്പൻ ക്രഷ് അടിക്കാനുള്ള സാധനം മനസ്സിലായി. സത്യം. കൊമ്പന്റെ മനസ്സിൽ ഞാൻ ഇത് പകർത്തട്ടെ. കൊമ്പൻ എന്താണ് ആലോചിക്കും. തേർഡ് വൺ. 3ാമത് ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് ഐലാക്ഷൻ ഇഷ്ടമല്ല. എനിക്ക് തേർഡ് തന്നെ ഇഷ്ടം. എനിക്കറിയാം ബ്രോ. കൊച്ചുകാർക്കന്മാരെ ക്രഷ് എന്തൊക്കെയാ നോക്കട്ടെ. നടുത്ത് അറിയില്ല. കൊള്ളാം. മഹിമ ഏതാ? 3.
പറ്റത്തില്ല. 3. മഹിമ 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 ക്യൂട്ടാണ്. ക്യൂട്ടാണ്. അടിപൊളിയാ. ജാബിയാണ്. ജാബിയോ? ഓ മഹിമയാണെങ്കിൽ മറ്റേ റീൽസിൽ ഇപ്പൊ നന്നായിട്ട് നിൽക്കുന്ന പെൺകുച്ചല്ലേ? നീ ഫുൾ ടൈം മഹിമ റീൽസ് കണ്ടോണ്ടിരിക്കുന്ന പറയുന്നത്. ലൈക്ക് കണക്ട് ചെയ്തില്ല. എന്റെ ടേസ്റ്റ് ഒന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ. നിന്റെ ടേസ്റ്റ് അറിയാൻ നിന്നെ തിന്നോക്കണം എന്നല്ല മനസ്സിലായില്ലേ? അല്ലാണ്ട് പിന്നെ ടേസ്റ്റ് അങ്ങനെയല്ല പറയേണ്ടത്. ടേസ്റ്റ് അപ്പൊ അടുത്ത ഞാൻ പറയട്ടെ. പറ. തൃപ്തി. തൃപ്തി. അയ്യോ അല്ലല്ലോ ഒതുക്കും അച്ചടക്കമൊക്കെ ഉള്ള കുട്ടികളെ നീ നോക്കാറുണ്ടോ നമുക്കറിയാലോ. സാനിയപ്പിനെ. ഇതിനകത്ത് സാനിയപ്പിനെ എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇതിനകത്ത് ആരും ഇഷ്ടപ്പെട്ടു? ഞാൻ തൃപ്തി. തൃപ്തിയെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു കൊച്ചാ. അടക്കം ഒതുക്കം ആനിമലിനകത്ത് ഇതൊക്കെ അവരെങ്ങനെ കണ്ടിട്ട് നമ്മള് തിരിച്ച് ക്രഷ് അതല്ലേ സാനി ആരെങ്കിലും ഇപ്പൊ നമ്മള് ക്രഷ് അടിച്ച ആരെങ്കിലും വന്ന് കമന്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും അല്ലേ? കമന്റ് ചെയ്തപ്പോ 4 വട്ടം സാനിയെ റിജക്ട് ചെയ്തിട്ട് ഇനി സാനിയ വന്ന് നിനക്ക് പറഞ്ഞു തന്നെ. അല്ല എനിക്കല്ല, അത് കുമ്പാത്തിന് മെസ്സേജ് ആണ്. എനിക്ക് മറ്റേ തൃപ്തിയും പിന്നെ മഹിമ പിന്നെ ആരായിരുന്നു? തമന്ന. അടുത്തത് കൊമ്പന്റെ ക്രഷ് നമ്മള് കണ്ടുപിടിച്ചിരിക്കും. ഇതിന് ഇഷ്ടപ്പെട്ട പേര് ഇതിന് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയട്ടെ. 2 ശ്രദ്ധ കപൂറോ? ഞാന് മമിത. ഇതെന്താ 11 കൊമ്പന് കുറച്ച് സീനാ. സത്യം പറയാലോ എനിക്ക് സത്യം പറഞ്ഞ കൈസ് ഇതൊക്കെ കാണുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളെ ക്രഷ് ഉള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കാം, പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനത്തെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക ഗൈസ്. അതൊക്കെ കാണട്ടെ, ആൾക്കാര് കാണട്ടെ. ഏത് ആൾക്കാര്? നമ്മളാണ് നീ ഉദ്ദേശിച്ച ആൾക്കാരെ. ലെവൽ കുഞ്ചു, അമല ഷാജി, അയ്യോ ഞാനിത് ആരെ ചൂസ് ചെയ്യും? മൂന്നാമത്തെ ഹൻസുബി. എനിക്ക് കിട്ടി എന്നാലും നിന്റെ ക്രഷ് ആരാന്നുള്ളത്. ഇത് ക്രൂ പണിതാ. ഇത് ക്രൂവേ എന്റെ കാര്യം ക്രൂ ചത്താലും ഞാൻ 2 എഴുതൂല. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളത് എന്നാ ഞാൻ പറയുന്നത് ഡെവിൽ കുഞ്ചു അല്ല ഹൻസുബി. ഉറപ്പാണോ? നോക്കട്ടെ. ചത്താലും ഞാൻ മറ്റേ 2 എഴുതൂല. ക്രഷ് തോന്നണ്ടേ? ക്രഷ് തോന്നിട്ടില്ല. സീരിയസ്ലി തോന്നിട്ടില്ല. റീലൊക്കെ അയച്ചോ? റീൽ അയച്ചാണ് ഇവന്മാര് വെറും ചെറ്റകളാ ഇവന്മാര് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ലൈക്ക് അടിക്കലുണ്ട് അൻസുബി. ഞാൻ പറയാൻ വേണമെങ്കിൽ ഞാനും ഹൻസും ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഹൻസ് എന്ന് വിളിക്കുക. ഞാൻ അന്നെ വിളിക്കുള്ളൂ. പോസിറ്റീവ് അടിച്ചു തുടങ്ങിട്ടാ. നിനക്ക് എന്തിനാ പോസിറ്റീവ് അടിക്കുന്നത്? അടുത്ത റൗണ്ട് ഞാൻ പറയട്ടെ. 3. നിങ്ങൾ ഭയങ്കര ഷോക്കാണല്ലോ ബ്രോ. അതന്നെ ഐശ്വര്യ. നിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് അറിയാൻ കേട്ടോ. റാഷി ടിവി. സമന്ത, ഋതിക, മറ്റേ കൊത്തയിൽ ഡാൻസ് കളിക്കാൻ പറഞ്ഞ. ഓക്കെ തമന്ന. ഇതിൽ ഇച്ചിരി ടാസ്ക് കിട്ടി. പക്ഷെ എന്നാലും ഞാൻ ഗസ് ചെയ്യാം. ഞാൻ സമന്ത ചൂസ് ചെയ്തു. ഞാനും സമന്ത ചൂസ് ചെയ്തു. സമന്ത. അടുത്തത് എഡ്മിൻ ബിസിബി. ഫസ്റ്റത്തെ നന്ദാര, നസ്രിയ, ഗൗരി. ഗൗരി അല്ല, ഗൗരി അല്ലേ? ഇപ്പൊ പെട്ടെന്ന് അതെ തോന്നി. നസ്രിയ, കാണി. 3 ഗൗരി. പക്ഷെ നസ്രിയക്ക് ഫാസ്റ്റ് ഫാസ്റ്റിലുണ്ട്. എനിക്ക് ഇപ്പൊ ക്രഷ് നോക്കാൻ പറ്റിയത് ഗൗരി മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ ക്രഷ്. ഗൗരിന്റെ കല്യാണം കഴിഞ്ഞ ബോയ് ഫ്രണ്ട് ഉണ്ട്? ഇല്ല. ഉണ്ടാവും. ഇല്ല. ഗൗരി നമ്മുടെ കൂടെ വന്ന് റീൽസ് ഒക്കെ ചെയ്താണ്. അറിയില്ല, ആർക്കും അറിയില്ല. ബെസ്റ്റ്. ഏതാണോ മണ്ടേജ്? അയ്യോ ഈ മണ്ടനാണോ? ആക്ടേഴ്സ് അല്ല, ആക്ട്രസ്. എടോ അലൻ ജോസ് പേര് ഗൗരി ഇപ്പൊ എനിക്ക് മെസ്സേജ് തരാം. ഹായ് എഡ്വിൻ. എനിക്ക് പല പടത്തിന്റെ ഇതൊക്കെ ബാംഗ്ലൂരിലാണ് കണ്ട. ഇടയ്ക്ക് പറയും ബ്രോയ്ക്ക് അഭിനയിച്ചൂടെ.
ബ്രോക്ക് അഭിനയിച്ചൂടെ ബ്രോയുടെ സ്വന്തം ചാനലില്? ഞാൻ പറയും ലൈഫില് കുറെ അഭിനയിക്കുന്നുണ്ട്. അതെ അതെ. നമ്മളെന്തായാലും ഉടനെ സബ്സ്ക്രൈബേഴ്സിന്റെ വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫോട്ടോസ് അയച്ചാൽ മതി കേട്ടോ. അതെ അതെ. ഫോട്ടോസ് Guys, അത് അയച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ. നിങ്ങൾ ചെയ്യുന്നതായിരിക്കും അവരുടെ ചാനൽ. വീട്ടോക്സിൽ വരില്ല, പേടിക്കണ്ട. അതെന്ത് വീട്ടോക്സ് എന്റെ ചാനലിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ചാർലിദാസിനെ കൂട്ടി ഞങ്ങൾ 3 പേരും കൂടി എന്റെ ചാനലിൽ കമന്റ് ചെയ്യും. 18 വയസ്സിന് താഴെ പറ്റത്തില്ല. റിജക്റ്റഡ്. 18 വയസ്സിന് മേലേക്കാണെങ്കിൽ ഓക്കെ. ഫോട്ടോസ് പിന്നെ എന്തൊക്കെ വേണം? ഫോട്ടോസ് മാത്രം മതി. ഫോട്ടോസും പേരും റെസ്യൂം അയച്ചു. CV അയക്കും. കമ്പനിയിൽ എടുക്കാം. ഫോട്ടോയും പേരും മാത്രം മതി. ഞാൻ എഴുതി. I choose 2. You choose what? പ്രിയങ്ക ചോപ്ര. എഡ്വിൻ BCB തെറ്റിച്ചോ. ശ്രുതി ക്യൂട്ടായിട്ട് കാണാൻ. അയ്യോ ഞാൻ 7-6 ഓർത്തിരുന്നെങ്കിൽ ഞാൻ പറയാതെ പറയത്തുള്ളായിരുന്നു. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. വെച്ചോ. മറ്റേ ആ ടൈമില് സൂര്യ ബ്രോ ക്രഷിനെ കണ്ടുപിടിക്കും. ഞാൻ ഇപ്പഴേ പറയാം. നീ ഫോട്ടോ കണ്ടിട്ടാണ് ചൂസ് ചെയ്യുന്നത് അതോ പേഴ്സൺ നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്? അത് ആദ്യം പറയുന്നത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇല്ല, കരീന കപൂറിന്റെ അങ്ങനെ വീഡിയോ പുതിയ അടിയാണോ? കത്രീനാണത്. മൂന്നാമത്തെ പണ്ട് ഇത്ര വരുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പണ്ട് പറയുമ്പോ ജനിക്കുമ്പോ ഇത്ര ആയിരിക്കും. നീ ഏതാ? കത്രീന. ഞാന് ചുട്ടമല്ലി. ജാൻവി പറ. ചുട്ടമല്ലേ ചുട്ടേസ്താനി. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എഡ്വിൻ BCBയുടെ ക്രഷ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ. എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി. ഐ ചൂസ് ആലിയ ഭട്ട്. രണ്ടും ആയിരിക്കില്ലല്ലേ? I choose the നീ പറയണ്ട, ഞങ്ങൾ തുറന്നു നോക്കാം. സർപ്രൈസ് ആവട്ടെ ഞങ്ങള്. കീർത്തി സുരേഷ്. because of she is Kerala. ആലിയ ഭട്ട് ഫോളോവേഴ്സ് ഉണ്ട് കേരളത്തില് ഏറ്റവും കൂടുതൽ ആക്ട്രസിൽ ഫോളോവേഴ്സ് ഉള്ള. അതിന് എനിക്ക് ആലിയ ഭട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല, നിനക്ക് ക്രഷ് അടിച്ചാ ചോദിച്ചത്, അല്ല നിനക്ക് ഫോളോ ബേസ് അല്ല ചോദിച്ചത്. അയ്യോ അയ്യോ, ഇതിപ്പോ എനിക്ക് ടഫാ. എനിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാരണം എന്നെ ഇതിൽ ആര് ചൂസ് ചെയ്യുന്നത്? ഞാൻ പറയട്ടെ. I choose second one. ഐശ്വര്യ. ഞാൻ ഒന്ന്. പ്രതി മുകുന്ദൻ. പ്രതി പ്രീതിയാ. പ്രതി ഒന്നാമത്തെ അല്ലേ? ഒന്നാമത്തെ. അതല്ലടാ, അല്ലടാ, 150 റീൽസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഐശ്വര്യ ഇതാണ്. അതൊക്കെ നമ്മളെ കാണിച്ചതൊക്കെ കണ്ടോ? എനിക്ക് പരിചയപ്പെടുത്തി തന്ന ഡോമാ. ഡോമിന്റെ ക്രിസ്റ്റ. ആണോ? ഡോമിന്റെ ക്രിസ്റ്റ ഡോം മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. അല്ല, ഡെയിലി മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നുണ്ട്. നിങ്ങൾ മൂന്നാമത്തെ ആളെ മറന്നുപോയി. മൂന്നാമത് ഒറോറ സിംഗ്ലെയർ. സിംഗ്ലെയർ അതിന് പേര് എനിക്കറിയില്ല. അറിയത്തുള്ളൂ. എടാ ഈ ഇടക്ക് വൈറലായതാടാ. അത് നമുക്കറിയാടേ. ആരുടെ? ബ്രോക്ക് അറിയത്തില്ലേ? ബ്രോക്ക് അറിയത്തില്ലേ? വൈറലായ കുട്ടിയാണ്. മാസം 40 ലക്ഷം സമ്പാദിക്കണമെന്നാണ് കേട്ടത്. എങ്ങനെ? അത് ഞാൻ പറയാം. ഇൻസ്റ്റാഗ്രാമിൽ പറ്റി ഇതുണ്ടല്ലോ, മെമ്പർഷിപ്പ്, എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുത്തിട്ട് മാത്രം. ബ്രോയ്ക്ക് ഇതൊക്കെ അതിനകത്ത് ഒരു മെമ്പർഷിപ്പിന് അത്ര 800 എന്താണ്? എല്ലാം അറിയാലോ. ബ്രോയ്ക്ക് ഇൻസ്റ്റാഗ്രാമത്തിന്റെ കാര്യമില്ല. എല്ലാം അറിയാലോ. മാസം 800 ബ്രോ ഒരു ദിവസം ഓൾറെഡി കുറെ ബ്രിഡ്ജസ് കവർ ചെയ്താൽ കിട്ടുമല്ലോ. What do you mean by discovery? Guys, അപ്പോൾ അടുത്തത് കൊമ്പൻ. Yes guys. കൊമ്പൻ കാണിക്കും. ബിഗ് ബോസ് താരങ്ങളല്ലേ? മറ്റേത് ഐശ്വര്യാണോ? ഏതാ ഐശ്വര്യ? അശ്വതി. അശ്വതി. നമ്മുടെ അശ്വതിയാ. ഇതാരാണ്? ഫസ്റ്റ് താരം ജാസ്മിൻ ജാഫർ. രണ്ടാമത്തെയോ? ആദിൽഷ. ആദിൽഷ റോബിനെ പറ്റിച്ചിട്ട് പോയത്. ഇല്ല, കട്ടില്ല. ഇവന്റെ മനസ്സിൽ കൂടിയിരിക്കുന്ന ആരാന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. പറ എഡ്വിൻ BCB. ഞാൻ പറയുന്നു ജാസ്മിൻ ജാഫർ. അങ്ങനെയാണെങ്കിൽ ഞാൻ അശ്വതി. അല്ല, എനിക്ക് നേരി ചേഞ്ച് ഉണ്ട്. ഇല്ല, അറിയില്ലല്ല. ഇല്ല എഡ്വിൻ BCB ചേഞ്ച് ആവശ്യമില്ല. ചതിയനല്ലേ? മറ്റൊരുത്തിന്റെ ഭാര്യ ആഗ്രഹിക്കാൻ പാടില്ല. ജാസ്മിന്റെ എന്നാലും നിന്റെ റോബിനെ തേച്ചിട്ട് പോയ പറയാൻ പാടില്ല. എഡ്വിൻ BCBയുടെ ഇത് ഇയാൾക്ക് കൊടുക്കോ? ഇത്
ഇതില് 3 പെണ്ണാണല്ലേ? ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ്. എടാ നിന്നെ ശരിക്കത്തെ ക്രഷ് നീ എഴുതണം. നിനക്ക് ശരിക്കുള്ള ക്രഷ് നീ എഴുതണം കേട്ടോ. നീ പറ. 3 ശ്രീലീല. KMC കൊമ്പൻ. ഞാൻ ഇങ്ങനെ മനസ്സിലുള്ള നീ എഴുതിണ്ടെങ്കിൽ KMC കൊമ്പൻ എഴുതിയല്ലേ. ഞാനായിട്ട് നിന്റെ ഫോട്ടോ പൊറോട്ട മുട്ടല്ല പൊറോട്ട മുട്ട ഇഷ്ടം. അപ്പൊ എന്തായാലും ഇതിനി നമ്മള് സബ്സ്ക്രൈബേഴ്സിന് ചെയ്യുന്നുണ്ട് അല്ലെ എല്ലാ ഗെയിംസും അതുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഫോട്ടോസ് റെസ്യൂമേ കാര്യങ്ങളെല്ലാം റെസ്യൂം ആയിട്ടൊന്നും അയക്കണ്ട, പേര് ഒരു ഫോട്ടോ അയച്ചു. ആർക്കാ അയച്ചിട്ടുണ്ട്? എനിക്ക് അത് രാവിലെ ഞാൻ മൂത്തവർ പറയും മുതലില്ല. എന്റെ ചാനലല്ലേ ഇടുന്നത്, അപ്പൊ ഞാനല്ലേ നോക്കണ്ടേ? നിങ്ങളുടെ ചാനലിൽ മറ്റേ ഫ്രീ ഫയറിന്റെ ക്യാരക്ടർ എടുത്ത് റിയാക്ട് കേട്ടല്ലേ? അയ്യോ ചുമ്മാ അറിയാം, നമ്മൾ ഒരുമിച്ച് റിയാക്ട് നമ്മളെ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിള്ള ചാലഞ്ച് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.